UDF-ന്റെ മുഴുവൻ പൊളിറ്റിക്കൽ വോട്ടും കിട്ടും. അപ്പം തന്നെ ജയിച്ചു ഷൗക്കത്ത്. അതിൻ്റെ കൂടെ ഈ സർക്കാരിനോടുള്ള വെറുപ്പും പ്രതിഷേധവും ആൻറ്റി ഇൻകംബൻസിയും. അപ്പോൾ ഭൂരിപക്ഷം അങ്ങ് പോകും, നന്നായി പോകും. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. ഇവിടെ UDF-ന്റെ അത്യുജ്വലമായിട്ടുള്ള വിജയം ഉണ്ടാകും. പാലക്കാട് 2.0 ആണ്. പാലക്കാടിനേതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDF-ന്റെ സ്ഥാനാർത്ഥി പ്രിയങ്കരനായ ആര്യടൻ ഷൗക്കത്ത് ഇവിടുന്ന് വിജയിക്കാൻ പോവാണ്. ആര്യടൻ മുഹമ്മദ് 34 വർഷമുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊരു ഒരു വികസന പ്രവർത്തനങ്ങളും അവർക്ക് കാണിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച ജനദ്രോഹപരമായ നിലപാട് സ്വീകരിച്ച കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ സമൂഹത്തോട് ഇടതുപക്ഷം കാണിക്കുന്ന ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിഞ്ഞാൽ ഈ മന്ത്രിസഭ ഒരു കാവൽ മന്ത്രിസഭയായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ 9 വർഷത്തെ കാലയളവ് നമ്മൾ പറഞ്ഞു പിണറായി സർക്കാരിൻ്റെ. അപ്പോൾ അതിനുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതിനുള്ള ഒരു ജനങ്ങളുടെ ഒരു ഉത്തരമായിട്ട് തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത്? എന്താ സംശയം? ജനങ്ങൾ ചോദിക്കുന്നത് അതാണ്. ഇവിടെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഗതാഗത കുരുക്ക്. അതിന് പരിഹാരം കാണാൻ നിലമ്പൂർ ബൈപ്പാസ് ആര്യടൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കൊണ്ടുവന്ന് 70 കോടി രൂപ മുടക്കി അതിൻ്റെ പ്രവൃത്തി തുടങ്ങി 2 സൈഡിലും കെട്ടി മണലിട്ട് എന്നല്ലാതെ ഈ 9 വർഷത്തിനിടയ്ക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അൻവർ രാജിവെച്ചപ്പോഴാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഈ നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പണം വകയിരുത്തിയിട്ടുണ്ടെന്ന്. നിലവിലുള്ള ഏതെങ്കിലും റോഡുകൾ നന്നാക്കി എന്നല്ലാതെ ഇവിടെ കാണുന്ന എല്ലാ വികസനം, ഇവിടെ കൊണ്ടുവന്ന പാലങ്ങളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും RTO ഓഫീസായാലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസായാലും ഇൻ്റർ സ്റ്റേറ്റ് KSRTCയുടെ ഹബ്ബായി 64 റൂട്ടുകൾ പുറപ്പെടുന്ന ഒരു ഹബ്ബാക്കി ഇതിനെ മാറ്റിയതായാലും എല്ലാ മേഖലയും ഇത് 77-ൽ ആര്യാടൻ ഇവിടെ MLA ആയിട്ട് വരുമ്പോൾ ഇത് 7 ദ്വീപുകളായിട്ട് കിടക്കുകയായിരുന്നു. പരസ്പരം ബന്ധപ്പെടാൻ തോണികളാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അതെല്ലാം മാറി എല്ലാം പരസ്പരം ബന്ധപ്പെടുന്ന തരത്തിൽ എല്ലാ മേഖലയിലും പാലങ്ങളുണ്ടാക്കി. ആധുനിക നിലമ്പൂരിൻ്റെ പിതാവാണ് ആര്യാടൻ. അതിനപ്പുറത്തേക്ക് ഒരടി മുന്നോട്ട് കൊണ്ടുപോകാൻ 9 വർഷം തുടർച്ചയായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ജനപ്രതിനിധി ഇവിടെ ഉണ്ടായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന വിശ്വാസപ്പെടുത്തിയ ജനങ്ങൾക്കുണ്ട്. ആ പ്രതിഷേധവും പ്രതികാരവും ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗിക്കുക തന്നെ ചെയ്യും. പിണറായി സർക്കാർ കൊടുക്കാത്ത ഒരു വികസനത്തിൻ്റെയും, അതായത് ഷൗക്കത്ത് കൊടുത്ത ഒരു വികസനത്തിൻ്റെയും മറുപടി ആയിരിക്കുമല്ലേ? എന്താ സംശയം? ഷൗക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, നഗരസഭാ ചെയർമാൻ ആയിരിക്കുമ്പോൾ, യുനെസ്കോയുടെ അംഗീകാരം കിട്ടി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ പഠിക്കുന്ന സിലബസിൽ ഈ പഞ്ചായത്തിലും നഗരസഭയിലും ഷൗക്കത്ത് ചെയ്ത കാര്യങ്ങൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പാഠപുസ്തകമാണെന്ന്. എത്ര പദ്ധതി ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞ് SC/ST വിഭാഗത്തിൽപ്പെടുന്ന അവരുടെ സങ്കേതങ്ങളിൽ പോയി അവരുടെ വിദ്യാഭ്യാസത്തിന് അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടായി. 60 വയസ്സ് തികഞ്ഞ മുഴുവൻ ആളുകൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഷൗക്കത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ, നഗരസഭ ചെയർമാനായിരിക്കുമ്പോൾ ഈ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഇപ്പോഴത്തെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ഓരോന്നും സ്ത്രീധനരഹിത ഗ്രാമമാക്കി, പഞ്ചായത്താക്കി ഇതിനെ മാറ്റിയെടുക്കാൻ ആര്യടൻ ഷൗക്കത്തിന് കഴിഞ്ഞു. അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണങ്ങൾ അതൊക്കെ തന്നെയാണ് വലിയ അംഗീകാരം കിട്ടിയത് ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം. മതേതരത്വത്തിൻ്റെ പ്രതീകമായി ജനങ്ങളുടെ 10 വർഷക്കാലം ത്രിതല പഞ്ചായത്തിൽ തങ്ങൾക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഈ നിലമ്പൂരിനും എല്ലാ കാലത്തും നിലമ്പൂരിനെ അഹങ്കരിക്കാൻ പറ്റുന്ന തരത്തിൽ യുനെസ്കോയുടെ പുരസ്കാരം പോലും വാങ്ങിക്കൊണ്ടുവരാൻ ഹാർവാർഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനൊരു പാഠപുസ്തകം ഒരു വിഷയമാക്കി ഇവിടെ മാറ്റിയത് ആര്യടൻ ഷൗക്കത്താണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും പ്രഗത്ഭനാണ്. ഞങ്ങളെ മുന്നണി ജനങ്ങൾക്ക് മുമ്പിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളും പ്രാധാന്യമാണ്. ഞങ്ങൾ വികസനവും മറ്റു കാര്യങ്ങളും പറഞ്ഞ് നടക്കുമ്പോൾ വികസനത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി വർഗീയത മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രചരണമാണ് നടക്കുന്നത്. അതിൽ പ്രബുദ്ധരായ ഈ നിലമ്പൂരിലെ ജനങ്ങൾ 19-ന് വിധി എഴുതുമെന്ന കാര്യത്തിലൊരു സംശയം വേണ്ട. സ്വാഭാവികമായിട്ടും ഇതൊരു UDF മണ്ഡലമാണ്. അപ്പം എങ്ങനെയാണെങ്കിലും വൻ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി സ്വരാജാണ്. അദ്ദേഹം പെട്ടെന്ന് യാദൃശ്യമായിട്ട് കടന്നു വന്ന വ്യക്തിയാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുണ്ടായ പ്രധാന കാരണം നമ്മുടെ അൻവറിൻ്റെ ഒരു ഇതാണ്. അദ്ദേഹം ശരിക്കും 10 വർഷം പൂർത്തിയാക്കാതെ 9 വർഷം തന്നെ പൂർത്തിയാക്കി 1 വർഷം ബാക്കിയിട്ടതിന് ശേഷമാണ് ഇറങ്ങിപ്പോയത്. അതിൻ്റെ ഒരു വികാരമുണ്ട്. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ നമുക്കറിയാം, ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ മിക്കവാറും പഞ്ചായത്തുകളിലെല്ലാം UDFന് നല്ല ആധിപത്യമുള്ള മേഖലയാണ്. പിന്നെ ആര്യടൻ ഷൗക്കത്ത് ഇവിടെ ഒരു പ്രിയപ്പെട്ട നേതാവായിട്ട് വന്നതാണ്.
അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു 30-35 വർഷക്കാലം നിലമ്പൂരിനെ നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യവും കോൺഗ്രസിൻ്റെ പാരമ്പര്യവും അതോടൊപ്പം തന്നെ മറ്റുള്ള സംഘടനകൾ, ഇപ്പോൾ നമ്മുടെ ഘടകകക്ഷികളായ ലീഗൊക്കെ നല്ല ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് നിലമ്പൂർ. അപ്പോൾ 7 പഞ്ചായത്തുകളിൽ വ്യക്തമായ ലീഡ് ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. BJPയുടെ ഒരു പ്രാതിനിധ്യം ഇവിടെ ഉണ്ടോ? BJPയുടെ പ്രാതിനിധ്യം ഇവിടെ വളരെ കുറവാണ്. ചിലപ്പം അൻവറിൻ്റെയും ബേക്കിലാകാനാണ് സാധ്യത. അതെ. അപ്പോൾ ഒന്നാമതായിട്ട് വെക്കുന്നത് ആര്യടൻ ഷൗക്കത്തിനെ തന്നെയാണ്. രണ്ടാമത് ആർക്കാണ് സ്ഥാനം ഉണ്ടാവുക? രണ്ടാമത് സ്വാഭാവികമായിട്ട് ഇവിടെ LDFും UDF ആണല്ലോ ഭരണം, അങ്ങോട്ടൊരു മത്സരം ഫൈറ്റിംഗ് വരുന്നത്. അപ്പോൾ ഈ 2 മുന്നണികളാണ് കാര്യമായിട്ട് ഉള്ളത്. സ്വരാജും അത്യാവശ്യം വോട്ടുകളൊക്കെ പിടിക്കും. ഏറ്റവും ഒടുവിലാണ് BJPക്ക് ഇവിടെ ഒരു അംഗത്വമുള്ളൂ. BJPക്ക് ഏറ്റവും കുറവുള്ളത് ഇവിടെ ഏറ്റവും ഒടുവിലേ ഉള്ളൂ. 100% ജനങ്ങൾ മനസ്സിലേറ്റിയ നേതാവ് എന്ന് പറഞ്ഞത് ആര്യടൻ ഷൗക്കത്ത്. അതെ, തീർച്ചയായിട്ടും 100% ജനങ്ങൾ നെഞ്ചിലേറ്റിയ നേതാവ് ആര്യടൻ ഷൗക്കത്ത്. ഞങ്ങൾ വളരെ ദിവസങ്ങളായി തന്നെ ഇവിടെ വരാറുണ്ട്. തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിലൊക്കെ സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട്. 7 ദിവസമായി 263 ബൂത്തിൽ 3/4 ബൂത്തുകളിലും ഞങ്ങളിവിടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടു. തീർച്ചയായിട്ടും ഞാൻ നോക്കിയതിൽ ഒരു 15,000 വോട്ടിന് മേലെ, അത് 25,000 വരെ ആകാം, അങ്ങോട്ട് കിടക്കാം. 15,000 വോട്ടിൽ ഒരു വോട്ട് പോലും കുറയാതെ 15,000 വോട്ടിന് മേലെ അങ്ങോട്ട് ആര്യടൻ ഷൗക്കത്ത് ജയിക്കും. നിലമ്പൂർ അടിസ്ഥാനപരമായിട്ട് ഒരു UDF മണ്ഡലമാണ്. അതെ, ഒരു UDF മണ്ഡലമാണ്. അപ്പം അതിൻ്റെതായ എല്ലാ അഡ്വാൻറ്റേജും UDFനുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഇവിടെ ഒരു LDF ഒരു പൊതു സ്വതന്ത്രം നിർത്തിയിട്ടുള്ള പരീക്ഷണമാണ്. പക്ഷേ ആ പൊതു സ്വതന്ത്രം തന്നെ LDFിൽ നടക്കുന്ന എല്ലാതരം അഴിമതികളും എല്ലാതരം സ്വജനപക്ഷപാതവും എല്ലാതരം മോശം കാര്യങ്ങളും പുറത്ത് പറഞ്ഞുകൊണ്ട് LDFന് പുറത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചതുകൊണ്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ്. അത് കാരണം UDFന് ഒന്നുകൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കണം. അവർ മണ്ഡലം എന്നുള്ള നിലക്കും അതുപോലെ തന്നെ അവർ ഇതുവരെ ജയിച്ചു വിട്ട ഒരു MLA ആ പാളയം വിട്ട് മറ്റൊരു പാളയത്തിൽ ഇപ്പം അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയോട് ചെയ്യുമ്പോൾ വോട്ടുകൾ വിഭജിക്കുകയും UDF നല്ല ഭൂരിപക്ഷത്തിൽ, അതായത് ഇതുവരെ ആര്യാടൻ മുഹമ്മദ് ബഷീർ നേടിയതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ബാപ്പുട്ടിക്ക് ജയിക്കുന്നതായിരിക്കും. നമുക്ക് കാണാം 23-ന്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. ഇവിടെ UDFിൻ്റെ അത്യുജ്വലമായിട്ടുള്ള വിജയം ഉണ്ടാകും. പാലക്കാട് 2.0 ആണ്. പാലക്കാടിനേതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDFിൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്കരനായ ആര്യടൻ ഷൗക്കത്ത് ഇവിടുന്ന് വിജയിക്കാൻ പോവാണ്. UDFിൻ്റെ മുഴുവൻ പൊളിറ്റിക്കൽ വോട്ടും കിട്ടും. അപ്പം തന്നെ ജയിച്ചു ഷൗക്കത്ത്. അതിൻ്റെ കൂടെ ഈ സർക്കാരിനോടുള്ള വെറുപ്പും പ്രതിഷേധവും ആൻറ്റി ഇൻകംബൻസി വോട്ട്. അപ്പോൾ ഭൂരിപക്ഷം അങ്ങ് പോവും, നന്നായി പോകും.